ഹലോ, വെൽക്കം ബാക്ക് ടു എറ്റ് ദ ബോ. ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രേസ്ലെറ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ക്രോഷ്യത്തെ ബേസിക് സ്റ്റിച്ചസ് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യാനായിരുന്നു. പിന്നെ വിചാരിച്ചു ബ്രേസ്ലെറ്റ് മേക്കിംഗ് തന്നെ മതിയെന്ന്. ഇത് ഒരു ക്ലാസ് മാതിരിയൊന്നുമല്ല, ചെറുതായിട്ട് എനിക്ക് അങ്ങനെ അത്രത്തോടൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്ന ഒരു ചെറിയ കുട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ നടുവിലൊരു ബട്ടർഫ്ലൈ ആണ് വെക്കുന്നത്, ഒരു റെഡ് കളർ ബട്ടർഫ്ലൈ ആണ് വെക്കുന്നത്. ബീഡ്സ് ആയിട്ട് എടുക്കുന്ന ചെറിയ ഒരു വൈറ്റ് ബീഡ്സാണ് സെലക്ട് ചെയ്തത്. ഇത് ചെറിയ കുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടാവും, വലിയ ആൾക്കാർക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. വലിയ ആൾക്കാർ മീൻസ് കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇത് കുഞ്ഞ് കയ്യിൽ കാണാനായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും. കുഞ്ഞ് ബീഡ്സ് കുറേ കോർത്ത് കിടക്കുന്ന കാണാൻ. ഇത് കുറേ ഇൻസേർട്ടായിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ടൈമായിരിക്കും. ഇത് ചെയ്തെടുക്കാൻ നല്ല ടൈം കൺസ്യൂമിങ് ആണ്, ചെറുതായത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ബ്രേസ്ലെറ്റ്സ് കാണിച്ചു തരാം. ഞാനങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെക്കാറില്ല. അവർ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഏതെങ്കിലും അവർ കാണിക്കും, അവരുടെ സൈസിൽ ഉണ്ടാക്കി കൊടുക്കാറാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പം ആദ്യം ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ എന്നെ പറ്റിച്ചതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കാണിക്കുക. ഇത് ഭയങ്കര പണിയാണ് കേട്ടോ, കണ്ടില്ല ഇൻസൈഡാക്കി എടുക്കാൻ. അപ്പം ഇത് ഇൻസൈഡാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതാദ്യം കണ്ടുവരണം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കസ്റ്റമർ പറ്റിച്ചതാണ്. അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുത്തതായിരുന്നു. ഇത് ബ്ലാക്കും വൈറ്റും വരുന്നൊരു കോംബോ ആയിരുന്നു. പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഇതാ ഇങ്ങനത്തേക്ക്. ഇതാണ് രണ്ട് ബീഡ്സ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബീഡ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്, അലാസ്റ്റിക് ബാൻഡ്സ്. അപ്പോൾ അത് സൈസ് നമുക്ക് ഇടുമ്പോൾ തന്നെ ടൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ വലിയും. അപ്പോൾ അതിൻ്റെ ഹുക്സിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ ഇൻസൈഡ് ആക്കി കൊടുക്കാം. ഇനി അടുത്ത സൈഡ് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കേണ്ട വെച്ചാൽ നമുക്കൊരു മാജിക്കൊക്കെ ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ചെറിയ കുട്ടികൾക്കുള്ളതാണ്. ഇത് വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ പൊതുവേ ഈ ഒരു ബീഡ്സ് ഞാൻ യൂസ് ചെയ്യാറ് എന്താ പറയുക, ബ്രേസ്ലെറ്റ്സിൻ്റെ രണ്ട് എൻഡിലായിട്ട് രണ്ടെണ്ണം വെച്ച് കൊടുക്കാറാണ്. പിന്നെ ഒരു പുതിയ യൂട്യൂബർ എന്നായിട്ടുള്ള ഒരു ചെറിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ നിങ്ങളുടെ നെയിമൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് പേരൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പേര് എഴുതി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എൻ്റെ കൈമേലുള്ള കുറച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബീഡ്സ് കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ